إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വസിയ്യത്തായി തൻ്റെ സ്വഹാബികളിൽ ചിലർക്ക് നൽകിയ അവിടുത്തെ ഹദീസുകളിൽ സ്വർഗത്തിലെ നിധിയെന്നും സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമെന്നും സ്വർഗത്തിലെ വിളകളെന്നും സ്വർഗത്തിൻ്റെ കവാടമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അർശിൻ്റെ താഴെ ഉല്ലേഖനം ചെയ്യപ്പെട്ടതെന്നുമെല്ലാം ഹദീസുകളിലൂടെ വിശേഷിപ്പിക്കപ്പെട്ട എണ്ണമില്ലാതെ പരിധി നിശ്ചയിക്കാതെ എത്രയും ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ ആവർത്തിച്ചുരുവിടാൻ അള്ളാഹുവിൻ്റെ ദീനിൽ അനുവാദം നൽകപ്പെട്ടിട്ടുള്ള മഹത്തായ ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത്. ഹൗഖല എന്നതിനെ പറയും, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നു പറയുന്നതിന് ഹൗഖല എന്നാണ് അറബിയിൽ പറയുക. സഹോദരങ്ങളെ, ഈ ദിക്റിന്റെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ഹദീസുകൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ട വാക്കുകൾ ധാരാളമാണ്. അതിൻ്റെ ശ്രേഷ്ഠതകൾ, അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ലഭിക്കുന്ന സ്തുത്യർഹമായ അനന്തരഫലങ്ങൾ, അത് അല്ലാഹുവിന് മാത്രം പരിധി നിശ്ചയിക്കാൻ സാധിക്കുന്ന എണ്ണമറ്റ അസംഖ്യമായ കാര്യങ്ങളാണ്. അതിനപ്പുറത്ത് ഈ ദിക്റിന്റെ പാഠം, ഇതിൻ്റെ ആശയം, ഇതിൽ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ അധ്യാപനങ്ങൾ, നമ്മുടെ അഖീദയെ അരക്കെട്ടുറപ്പിക്കുന്ന, നമ്മുടെ ഈമാനിനെ ബലവത്താക്കുന്ന, നമ്മുടെ ഇസ്ലാമിനെ സുശക്തമാക്കുന്ന പാഠങ്ങൾ അതനേകമാണ്. നിത്യജീവിതത്തിൽ നാമും നമ്മുടെ റബ്ബുമായിട്ടുള്ള ബന്ധം അത് നിലനിർത്തുന്ന, അതിലെ വിള്ളലുകൾ പരിഹരിക്കുന്ന മഹത്തായ മന്ത്രമാണിത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഈ ദിക്റിനെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്താണ് ഈ ദിക്റിന്റെ അർത്ഥമെന്ന് വിശദീകരിച്ചു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു കഴിവും ഒരു ശക്തിയും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശേഷിയും അല്ലാഹുവേ എനിക്ക് നിന്നെ കൊണ്ടല്ലാതെയില്ല. നിന്റെ സഹായവും നിന്റെ കനിവും നിന്റെ ഔദാര്യവും നിന്റെ തൗഫീഖും കൊണ്ടല്ലാതെ എനിക്ക് സാധിക്കുകയില്ല. ഈ തുറന്ന സമ്മതമാണ് ഈ ദിക്ർ.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇതിന്റെ അർത്ഥത്തെ വിശദീകരിക്കുന്നു. ലാ ഹൗല ബിനാ അലൽ അമലി ബിത്താഅതി ഇല്ലാ ബില്ലാഹ്. എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ വഴിപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു സുഹൃതം ചെയ്യാൻ എനിക്ക് കഴിവില്ല തന്നെ. അള്ളാഹു നിന്നെ കൊണ്ടല്ലാതെ, നിന്റെ സഹായം കൊണ്ടല്ലാതെ. വലാ ഖുവത ലനാ അലാ തർക്കിൽ മഅസിയതി ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവേ, നീ വിലക്കിയ ഒരു തിന്മ, ഒരു അരുതായ്മ, ഒരു ഹറാം, ഒരു നിഷിദ്ധം, അതൊഴിവാക്കാൻ, അതുപേക്ഷിക്കാൻ അള്ളാഹു എനിക്കൊരു ശക്തിയുമില്ല. നിന്റെ സഹായം കൊണ്ടല്ലാതെ, നിന്റെ കനിവ് കൊണ്ടല്ലാതെ. അതുകൊണ്ട് നന്മകൾ ചെയ്ത് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാനും തിന്മകൾ ഉപേക്ഷിച്ച് ഹറാമിൽ നകന്നു നിൽക്കാനും അള്ളാഹുവേ, എനിക്കൊരു ശക്തിയും കഴിവുമില്ല. നീ നൽകുന്ന ശക്തിയും കഴിവുമല്ലാതെ, നിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ എന്നതാണ് ഈ ദിക്റിന്റെ അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ, ഈ ദിക്റിന്റെ ശ്രേഷ്ഠതകൾ പരാമർശിക്കുന്ന തെളിവുകൾ വിശിഷ്യ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എമ്പാടുമാണ്. ചിലത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ ഇമാം അഹ്മദ് മുസ്നദിലും ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിലുമെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹ് എന്ന് വിലയിരുത്തപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ കേൾപ്പിച്ച പ്രസിദ്ധമായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന. നിങ്ങൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കുക. അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിലെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമതായി ഇമാം അഹ്മദിന്റെ തന്നെ മുസ്നദിൽ വായിക്കാവുന്ന ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് വിലയിരുത്തിയ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഹദീസ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകി. ബിസബ്ഇൻ 7 കാര്യങ്ങൾ കൊണ്ട്, 7 കാര്യങ്ങൾ മുറുകെ പിടിക്കാൻ എനിക്ക് എന്റെ ഖലീൽ, ഉറ്റ സുഹൃത്തായ ആത്മമിത്രമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി. ബിഹുബ്ബിൽ മസാകീനി വഅൻ ഔജുദ മിൻഹും. ഒന്നാമത്തെ കാര്യം, അഗതികളെ, പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും അവരോട് അടുത്തിടപഴകുകയും ചെയ്യുക എന്നത്. രണ്ടാമത്തെ കാര്യം, വഅൻ അൻദുറ ഇലാ മൻ ഹുവ അസ്ഫല മിന്നി വലാ അൻദുറ ഇലാ മൻ ഹുവ ഫൗഖി. ഭൗതിക വിഷയങ്ങളിൽ, ദുനിയാവിൽ ലഭിച്ച സൗകര്യങ്ങളിൽ എനിക്ക് താഴെയുള്ളവരിലേക്ക് നോക്കാനും എന്നെക്കാൾ അധികം ലഭിച്ച മുകളിലുള്ളവരിലേക്ക് നോക്കാതിരിക്കാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അങ്ങനെ വില കുറച്ച് കാണാതിരിക്കാനും എന്നോട് അവിടുന്ന് ഉപദേശിച്ചു. മൂന്നാമത്തെ കാര്യം, വൻ അസില റഹിമി വഇൻ ജഫാനി. കുടുംബബന്ധം ചേർക്കാൻ, എന്നോട് എൻ്റെ കുടുംബക്കാർ അകൽച്ച കാണിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വസിയത്ത് നൽകി. നാലാമതായി അവിടുന്ന് പറഞ്ഞു, വഅൻ ഉക്സിറ മിൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് പ്രസക്തമായ ഭാഗം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കാൻ അക്കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ, എൻ്റെ ഖലീൽ, എനിക്ക് വസിയത്ത് നൽകി. അഞ്ചാമതായി, വഅൻ അതകല്ലമ ബിമുർരിൽ ഹഖ്. സത്യം അത് കൈപ്പേറിയതാണെങ്കിലും സത്യം മുറുകെ പിടിച്ചാൽ, സത്യം പറഞ്ഞാൽ നേരിടുന്ന അനന്തരഫലങ്ങൾ കൈപ്പേറിയതാണെങ്കിലും സത്യം മാത്രം പറയണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. ആറാമതായി, വഅല്ലാ തഖുദുനി ബില്ലാഹി ലൗമതു ലായിം. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ദീനിന്റെ പേരിൽ, ദീൻ അനുവർത്തിക്കുന്നതിൽ, ദീൻ പ്രാവർത്തികമാക്കുന്നതിൽ ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ ഭയക്കേണ്ടതില്ല. അള്ളാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയക്കേണ്ടതില്ല എന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകി. ഏഴാമതായി, വഅല്ലാ അസ്അലന്നാസ ശൈആ. ജനങ്ങളോട് യാതൊന്നും ചോദിക്കരുതെന്നും യാചിക്കരുതെന്നും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിലക്കി, വസിയത്തായി നൽകി. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഖലീലായ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മഹത്തായ 7 വസിയത്തുകളിൽ ഈ ദിക്ർ വർദ്ധിപ്പിക്കണമെന്ന ഉപദേശം സ്ഥാനം പിടിച്ചുവെങ്കിൽ അതിന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്.
മൂന്നാമതായി സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ യാത്രയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഞാൻ ഇസ്രാ പോയ രാത്രിയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലൂടെ നടക്കുകയുണ്ടായി. മിഅ്റാജ് നടത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അരികിലൂടെ കടന്നുപോയി. നബിയോടൊപ്പം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. ജിബ്രീലിനോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, മൻ മഅക യാ ജിബ്രീൽ, ജിബ്രീൽ താങ്കളോടൊപ്പം ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്കിൽ മുഹമ്മദിനോട് പറയുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുർ ഉമ്മതക, മുഹമ്മദ് എന്ന് വിളിച്ചുകൊണ്ട് നബിയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുർ ഉമ്മതക ഫൽയുക്തിറു മിൻ ഗിറാസിൽ ജന്ന ഫഇന്ന തുർബതഹാ തയ്യിബതുൻ വഅർളഹാ വാസിഅതുൻ. മുഹമ്മദ് താങ്കളുടെ ഉമ്മത്തിനോട് സ്വർഗത്തിലെ വിളകളിൽപ്പെട്ട, സ്വർഗത്തിലെ ചെടികളിൽപ്പെട്ട ഒരു കാര്യം അത് അധികരിപ്പിക്കാൻ കൽപ്പിക്കുക. കാരണം സ്വർഗത്തിലെ മണ്ണ് എന്നത് പരിശുദ്ധമാണ്, വളക്കൂറുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ്. വഅർളഹാ വാസിഅ, അവിടുത്തെ ഭൂമി വിസ്തൃത വിശാലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം കൗതുകത്തോടെ ചോദിച്ചു, വമാ ഗിറാസുൽ ജന്ന, സ്വർഗത്തിലെ വിസ്തൃത വിശാലമായ ഭൂമിയിൽ മനോഹരമായ പരിശുദ്ധമായ ഫലഭൂയിഷ്ടമായ മണ്ണിൽ നടാൻ സാധിക്കുന്ന വിളകൾ, തൈകളേതാണ്? അവിടുന്ന് ചോദിച്ചു, വമാ ഗിറാസുൽ ജന്ന. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു എന്നാണ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്റാണ്. അതേ സ്വർഗത്തിലെ വിളകളാണത്, സ്വർഗത്തിലെ തൈകളാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നാലാമതായി കേൾക്കുക സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം ഹാക്കിം അദ്ദേഹത്തിന്റെ മുസ്തദ്റക്കിൽ കൊണ്ടുവന്ന ഷെയ്ഖ് അൽ അൽബാനി സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ്, അലാ ഉഅല്ലിമുക ഔ അലാ അദുല്ലുക അലാ കലിമത്തിൻ മിൻ തഹ്തിൽ അർശി മിൻ കൻസിൽ ജന്ന, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട, അല്ലാഹുവിന്റെ സിംഹാസനമായ അർശിന് താഴെ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു വാക്ക് താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സമ്മതം മൂളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖൂൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നീ പറയുക. ആ ദിക്റാണത്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയും, അല്ലാഹു പ്രതിവചിക്കും. അല്ലാഹുവിന്റെ അടിമ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അർശിന് മുകളിലുള്ള റബ്ബ് പ്രതിവചിക്കും, അസ്ലമ അബ്ദി വസ്തസ്ലം, എന്റെ അടിമ എനിക്ക് സമ്പൂർണ്ണമായി കീഴൊതുങ്ങിയിരിക്കുന്നു, അവൻ എനിക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അർശിനു താഴെ രേഖപ്പെടുത്തപ്പെട്ട സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട, അതിരുവിട്ടാൽ അല്ലാഹു നമുക്ക് മറുപടി നൽകുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പ്രശംസിക്കുന്ന മഹത്തായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താണ് സഹോദരങ്ങളെ സ്വർഗത്തിലെ നിധിയെന്നും അവിടുത്തെ വിളകളെന്നും പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം? പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇമാം നവവി റഹിമഹുല്ലയെ പോലെയുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന, അല്ലാഹുവിന് കീഴൊതുങ്ങുന്ന, അവന് ശിരസാവഹിക്കുന്ന, അവന് വിധേയത്വം കാണിക്കുന്ന, അവന്റെ ശക്തിയും കഴിവും അവന്റെ ഏകത്വവും അംഗീകരിച്ച് തുറന്നു സമ്മതിക്കുന്ന മഹത്തായ മന്ത്രമാണത്. അല്ലാഹു അല്ലാതെ സൃഷ്ടിച്ചവനില്ല, അല്ലാഹു അല്ലാതെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനില്ല, അല്ലാഹു അല്ലാതെ ഒന്നും നേടിത്തരുന്നില്ല, അല്ലാഹു അല്ലാതെ ഒന്നും തടയുന്നില്ല, അല്ലാഹുവിനാണ് സർവ്വാധികാരവും ആധിപത്യവും എന്ന ഈ മഹത്തായ മന്ത്രം സ്വർഗത്തിന്റെ നിധിയാണ് എന്ന് പറയാനുള്ള കാരണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ അവർക്ക് സ്വർഗത്തിലേക്കുള്ളൊരു നിക്ഷേപമായി ദുനിയാവിൽ അതായി തീരുമെന്നാണ്. സഹോദരങ്ങളെ, ഇത് ഉരുവിടുന്നവർ, ഇതിന്റെ അർത്ഥവും ആശയം നെഞ്ചേറ്റി ഇതനുസരിച്ച് ജീവിച്ച് ഈ മന്ത്രം ആവർത്തിക്കുന്നവർ, അവർക്ക് സ്വർഗത്തിൽ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള, സ്വർഗത്തിലെ പദവികൾ സ്വായത്തമാക്കാനുള്ള, നേടിയെടുക്കാനുള്ള ഒരു നിക്ഷേപമായി, ഒരു നിധിയായി ഇത് മാറിത്തീരുമെന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം, ഇത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വന്ന മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന. ഓ മുആദ്, സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിൽ താങ്കൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് നബിയെ? ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവിടുന്ന് മറുപടി പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന മന്ത്രമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകി. സ്വർഗത്തിന്റെ വാതിലുകളിൽപ്പെട്ട ഒരു വാതിൽ. ഈ ദിക്ർ, ഈ മന്ത്രം നമ്മൾ മുറുകെ പിടിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ആശയം നെഞ്ചേറ്റുകയും അതിന്റെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ കവാടങ്ങളിൽ ഒരു കവാടം നമുക്ക് തുറന്നു തരുമെന്നാണ്. അല്ലാഹു അഅലം ബിസ്സവാബ്. ആറാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ സ്ഥിരപ്പെട്ട ഇമാം അഹ്മദിന്റെ മുസ്നദിൽ തന്നെ വന്ന മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലൽ അർളി റജുലുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏതൊരു മനുഷ്യനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ അഞ്ചു ദിക്ർ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല. അല്ലാഹുവിനു മാത്രമേ എൻ്റെ ഇബാദത്തുകൾ സർവ്വവും ഞാൻ വകവെച്ചു നൽകൂ. അല്ലാഹു അല്ലാത്തവർക്ക് അതിൻ്റെ യാതൊരു പങ്കുമില്ല. അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ ശിർക്കിന്റെ യാതൊരു ലാഞ്ചനയും ഞാൻ അനുവദിക്കുകയില്ല. അല്ലാഹുവിനു മാത്രമേ ഞാൻ ഇബാദത്തുകൾ നിർവഹിക്കൂ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ്. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവനെന്ന മഹത്തായ തക്ബീർ, സുബ്ഹാനല്ലാഹ്, സർവ്വന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും ശിർക്കിൽ നിന്നും അല്ലാഹുവിനെ കുറിച്ച് അവന്റെ സൃഷ്ടികൾ വെച്ചു പുലർത്തുന്ന അബദ്ധമായ ധാരണകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും സകല അല്ലാഹുവിലേക്ക് ചേരാത്ത അവൻ അനുഗുണമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അല്ലാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനു മാത്രമാണ് എന്ന തഹ്മീദ്. അതോടൊപ്പം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഹൗഖല, ഈ ദിക്ർ കൂടി ഒരാൾ ഉരുവിടുകയാണെങ്കിൽ ഇല്ലാ കുഫിറത് അൻഹു ദുനൂബുഹു വലൗ കാനത് അക്സറ മിൻ ജബദിൽ ബഹർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവന്റെ പാപങ്ങൾ സമുദ്രത്തിലെ നുരയേക്കാളും പതയേക്കാളും അധികരിച്ചതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കാതിരിക്കുകയില്ല. സമുദ്രത്തിലെ നുരകളേക്കാൾ പാപക്കറകൾ കുമിഞ്ഞുകൂടിയവരാണെങ്കിൽ പോലും ഈ ദിക്റുകൾ അർത്ഥമറിഞ്ഞ് അതിന്റെ ആശയം നെഞ്ചേറ്റി അതനുസരിച്ച് പ്രവർത്തിച്ചുരുവിടുകയാണെങ്കിൽ അക്കൂട്ടത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നതും കൂടി സ്ഥാനം പിടിച്ചിരിക്കുന്നു. അല്ലാഹു നമ്മുടെ തിന്മകൾ മായ്ച്ചു കളയുമെന്നാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏഴാമതായി സഹോദരങ്ങളെ, മരണസമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നടങ്ങുന്ന ഈ ദിക്ർ അടക്കമുള്ള തൗഹീദിന്റെ മന്ത്രധ്വനികൾ ഒരാൾ ഉരുവിട്ടാൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇമാം തിർമിദിയുടെ സുനനിലും ഇബ്നു മാജയുടെ സുനനിലും വായിക്കാൻ സാധിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരടിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്നുരുവിട്ടാൽ അല്ലാഹു മറുപടി പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ഞാനാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ എന്നൊരടിമ പറഞ്ഞാൽ അല്ലാഹു മറുപടി പറയും, അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലാ അന വഹ്ദി, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ഞാൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹ് എന്നൊരടിമ പറഞ്ഞാൽ അല്ലാഹു വീണ്ടും പറയും, ലാ ഇലാഹ ഇല്ലാ അന ലാ ശരീക ലി, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, എനിക്ക് യാതൊരു പങ്കുകാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, സർവസ്തുതിയും സമഗ്രാധിപത്യവും അല്ലാഹുവിന് മാത്രമാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നെൻ്റെ അടിമ പറഞ്ഞാൽ അല്ലാഹു പറയുമെന്നാണ്. ഒരടിമ പറഞ്ഞാൽ അല്ലാഹു പറയുമെന്നാണ്, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, എനിക്കാകുന്ന സർവാധിപത്യവും സർവസ്തുതിയും. ശേഷം അവിടുന്ന് പറഞ്ഞു, ഒരടിമ
ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുരുവിട്ടാൽ അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ഒരു കഴിവും ഒരു ശക്തിയും അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല എന്നൊരാൾ ഉരുവിട്ടാൽ അല്ലാഹു പറയും, എൻ്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാ അന വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബി, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ഒരു കഴിവും ഒരു ശക്തിയും എന്നെ കൊണ്ടല്ലാതെ ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുമെന്നാണ്. സഹോദരങ്ങളെ, ഈ ഹദീസിന്റെ അവസാനം അവിടുന്ന് പറഞ്ഞതായി സ്വഹാബികൾ ഉദ്ധരിക്കുന്നു, മൻ റുസിഖഹുന്ന ഇൻദ മൗതിഹി ലം തമസ്സഹുന്നാർ. ഈ വാചകങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഹൗഖല അടങ്ങുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ ആരെങ്കിലും ഉരുവിട്ടാൽ, മരിക്കുന്നതിന് മുമ്പ് ഇതാരെങ്കിലും ഉരുവിട്ടാൽ ലം തമസ്സഹുന്നാർ, അവനെ നരകത്തി സ്പർശിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നരകാഗ്നി സ്പർശിക്കാതിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയത്ത് മുറുകെ പിടിക്കാൻ പറഞ്ഞ മഹത്തായ ദിക്റുകളിൽ ഒന്നാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എട്ടാമതായി, നമ്മെ വഴിപിഴപ്പിക്കുന്ന, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്ന നമ്മുടെ ശത്രുവായ സാക്ഷാൽ ശൈത്താൻ, പിശാചിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുന്ന മഹത്തായ ദിക്റാണിത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസുകളിൽ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അവൻ പറഞ്ഞു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാനിതാ പുറത്തിറങ്ങുന്നു, അള്ളാഹുവിൽ കാര്യങ്ങളെല്ലാം ഞാൻ ബരമേൽപ്പിക്കുന്നു, ഒരു കഴിവും ഒരു ശക്തിയും അള്ളാഹുവിനെ കൊണ്ടല്ലാതെയില്ല. ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരു മനുഷ്യൻ പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പറയപ്പെടുമെന്നാണ്, ഹസ്ബുക ഖദ് ഹുദീത വകുഫീത വഉഖീത. തന്റെ കാര്യങ്ങൾ അത് മതിയാകപ്പെട്ട, അള്ളാഹു ഏറ്റെടുക്കപ്പെട്ടവനായ, സംരക്ഷണം നൽകപ്പെട്ടവനായ, അള്ളാഹുവിലേക്കുള്ള ഹിദായത്ത് ലഭിക്കപ്പെട്ടവനായ, നേർമാർഗത്തിലായവനായ ഒരാൾക്ക് മതിയായതെല്ലാം ഈ ദിക്റിലുണ്ട് എന്ന് പറയപ്പെടുമെന്നാണ്. ഇത് കേൾക്കേണ്ട താമസം ശൈത്താൻ അവനിൽ നകന്നു കളയുമെന്നാണ്, അവനിൽ നിന്ന് മാറിക്കളയുമെന്നാണ്. അപ്പോൾ മറ്റൊരു ശൈത്താൻ അവനോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വൗഖിയ. അല്ലാഹുവിൽ നിന്നുള്ള സംരക്ഷണം നൽകപ്പെട്ട, മതിയായതെല്ലാം നൽകപ്പെട്ട, ഹിദായത്തിലാകപ്പെട്ട, അല്ലാഹു സന്മാർഗം കനിഞ്ഞു നൽകിയ ഒരാളുടെ വിഷയത്തിൽ നിനക്ക് എന്തു ചെയ്യാനാണ്? അവൻ എങ്ങനെ നിനക്ക് വഴികേടിലാക്കാനാണ്, വ്യതിചലിപ്പിക്കാനാണ് എന്ന് ശൈത്താനോട് ചോദിക്കപ്പെടുമെന്നാണ്, മറ്റേ ശൈത്താൻ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൽ നിന്നുള്ള സംരക്ഷണം നൽകുന്ന, മതിയായത് നൽകപ്പെടാൻ കാരണമാകുന്ന, അള്ളാഹുവിന്റെ സംരക്ഷണം കനിയപ്പെടുന്ന മഹത്തായ ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒമ്പതാമത്തെ കാര്യം, അദാനിൽ, ബാങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന വേള നമ്മൾ പലപ്പോഴും അശ്രദ്ധയിലാകുന്ന അവസരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ബാങ്കിലെ ഓരോ വാചകങ്ങളും അതേറ്റു പറയുകയും, അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അവസാനം വരെ ബാങ്കിലെ ഓരോ വാചകങ്ങൾ ഏറ്റുപറയുകയും, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുരുവിടുകയും ചെയ്യുന്ന ഒരാൾ, അവൻ അങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഹയ്യ അലകൾക്ക് ശേഷം ഉരുവിട്ടു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അതും പൂർത്തിയാക്കി. അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തെ തൊട്ട് അതിന്റെ ആശയം നെഞ്ചേറ്റി അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന് ജവാബ് കൊടുക്കുമ്പോൾ അതിലുള്ള ഹയ്യകളോടൊപ്പം ബാങ്കിന്റെ വചനങ്ങൾ ആവർത്തിച്ചാൽ അത് കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പത്താമതായി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ തആം
വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എനിക്ക് ഈ ഭക്ഷണം നൽകിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, എൻ്റെ ഒരു കഴിവും ശേഷിയുമില്ലാതെ എനിക്കിത് കനിഞ്ഞ റബ്ബിനാകുന്നു സർവസ്തുതിയും. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഹൗഖലയുടെ പാഠം ഇവിടെയുണ്ട്. അള്ളാഹുവിനെ ഹൗഖല മുൻനിർത്തി സ്തുതിക്കുകയാണ് ഭക്ഷണം കഴിച്ചിട്ട്. അതുപോലെ തന്നെ വമൻ ലബിസ സൗബൻ, വസ്ത്രം ധരിക്കുകയാണ്. എന്നും നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന പ്രക്രിയയാണിതെല്ലാം. എന്നും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, എന്നും നമ്മൾ വസ്ത്രം ധരിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹൗഖല അടങ്ങുന്ന ഈ ദുആ ചെയ്യുക. ഹൗഖല അടങ്ങുന്ന ഈ ദുആ, ഈ പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ഉരുവിടുക. അതുപോലെ തന്നെ വസ്ത്രം ധരിച്ചതിന് ശേഷം അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദ സൗബ് വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എനിക്ക് ഈ വസ്ത്രം നൽകിയ, എൻ്റെ ഒരു കഴിവും ശക്തിയും ശേഷിയുമില്ലാതെ എനിക്ക് ഈ വസ്ത്രം കനിഞ്ഞു നൽകിയ റബ്ബിനാകുന്നു സർവസ്തുതിയും എന്നൊരാൾ പറഞ്ഞാൽ, ഈ രണ്ട് അവസരത്തിലും ഹൗഖല മുൻനിർത്തി അള്ളാഹുവിനെ സ്തുതിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകാല പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഓരോ ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഓരോ തവണ വസ്ത്രം ധരിച്ചതിന് ശേഷം ഈ ദുആ ഹൗഖലയോടൊപ്പം നമ്മൾ ഉരുവിട്ടാൽ, ഈ ദിക്ർ ഉരുവിട്ടാൽ നമ്മുടെ തിന്മകൾ അല്ലാഹു പുറത്തു നൽകുമെന്നാണ്. ഇനിയും അനേകം ഫളായിലുകൾ, ശ്രേഷ്ഠതകൾ ഹൗഖലയുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ, പരിധിയില്ലാതെ, പ്രത്യേക എണ്ണം നിശ്ചയിക്കാതെ നിത്യജീവിതത്തിൽ നാം ഇവിടെ സൂചിപ്പിച്ച പ്രത്യേക സാഹചര്യങ്ങളിലും അതല്ലാതെ പ്രത്യേക സമയമോ പരിധിയോ നിശ്ചയിക്കാതെ ധാരാളമായി ഈ ദിക്ർ അധികരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ നിക്ഷേപമായി, അവിടെ നമുക്കുള്ള വിളകളായി, നിധിയായി ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമാറാകട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولسائر المؤمنين والمؤمنات من كل ذنب فاستغفروه إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله. أما بعد فاتقوا الله عباد الله ഉസീക്കും ഇയ്യായ ഥാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഹൗഖല എന്ന മഹത്തായ ഈ ദിക്ർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന മഹത്തായ മന്ത്രം അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ നമ്മെ കേൾപ്പിച്ച, സ്വഹാബത്തിന് വസിയത്തായി നൽകിയ ഈ മഹത്തായ ദിക്ർ, ഇതിനു പറയപ്പെട്ട ശ്രേഷ്ഠതകൾ, അതുകൊണ്ട് ലഭിക്കുന്ന ഭൗതികവും പാരത്രികവുമായ അനന്തരഫലങ്ങൾ, എണ്ണമറ്റ പ്രയോജനങ്ങൾ, അത് പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുക്കാൻ എന്താണ് ഈ ദിക്റിൻ്റെ, ഈ മന്ത്രത്തിൻ്റെ ആശയം, താല്പര്യമെന്നത് നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസമായി, നമ്മുടെ ഈമാനായി കൊത്തിവെക്കണം, രൂഢമൂലമാക്കണം. ചുരുങ്ങിയ രൂപത്തിൽ ഞാനത് പറയാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ മഹത്തായ വാചകത്തിൻ്റെ ആശയമെന്നാൽ അന്നൽ അബ്ദ ലാ യംലികു മിൻ അംരിഹി ശൈഅ, ഒരടിമ, ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി, അവൻ യാതൊരു കാര്യവും ഉടമപ്പെടുത്തുന്നില്ല അവന്റെ ഒരു വിഷയത്തിലും. വലൈസ ലഹു ഹീലത്തുൻ ഫീ ദഫ്ഇ ശർരിൻ വലാ ഖുവ്വത്തുൻ ഫീ ജൽബി ഖൈരിൻ ഇല്ലാ ബിഇറാദത്തില്ലാ. അവൻ ആഗ്രഹിക്കാത്ത, അവൻ വെറുക്കുന്ന, അവൻ ഭയക്കുന്ന ഒരു ദുരന്തം, ഒരു ഷർറ്, ഒരു തിന്മ, അത് പ്രതിരോധിക്കാൻ അവൻ ആഗ്രഹിക്കുന്ന, അവൻ മോഹിക്കുന്ന, അവൻ സ്വപ്നം കാണുന്ന, അവൻ അഭിലഷിക്കുന്ന ഒരു നന്മ, ഒരു ഖൈർ, അത് നേടിയെടുക്കാൻ അവന് കഴിവില്ല. അവനൊരു തന്ത്രവുമില്ല, അവനൊരു ഉപായവുമില്ല, അവനൊരു ശേഷിയുമില്ല. ഇല്ലാ ബിഇറാദത്തില്ലാ, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. സുബ്ഹാനഹു വ തആല ഫലാ തഹവ്വുല ലിൽ അബ്ദി മിൻ മഅസിയത്തിൻ ഇലാ ത്വാഅത്തിൻ. തിന്മയിലാണ്ടുപോയവരെ, തിന്മയിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, നന്മയിലേക്ക് നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ ആഗ്രഹമുണ്ടോ? സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ, അവന്റെ സഹായം കൊണ്ടല്ലാതെ. വലാ മിൻ മറദിൻ ഇലാ സിഹ്ഹ വലാ മിൻ വഹനിൻ ഇലാ ഖുവ്വ
വലാ മിൻ നുഖ്സാനിൻ ഇലാ കമാലിൻ വസിയാദത്തിൻ ഇല്ലാ ബില്ലാഹ്. രോഗത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് മാറി സഞ്ചരിക്കാൻ, രോഗത്തിൽ നിന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ, ക്ഷീണത്തിൽ നിന്ന് ശക്തി വീണ്ടെടുക്കാൻ, കുറവിൽ നിന്ന് പൂർണ്ണതയിലേക്കും വർധനവിലേക്കും സഞ്ചരിക്കാൻ സാധിക്കണമോ? ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ടല്ലാതെ, അവന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. വലാ ഖുവത ലഹു അലൽ ഖിയാമി ഫീ ശഅനി മിൻ ശുഊനി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്റെ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കണമോ? ഇല്ല. മനുഷ്യ, നിനക്ക് ശക്തിയില്ല, നിനക്ക് കഴിവില്ല. ഔ തഹ്ഖീഖി ഹദഫിൻ മിൻ അഹ്ദാഫിഹി ഔ ഗായത്തിൻ മിൻ ഗായാതിഹി ഇല്ലാ ബില്ലാഹിൽ അദീം. താൻ ആഗ്രഹിക്കുന്ന തന്റെ ലക്ഷ്യങ്ങൾ, താൻ മുന്നിൽ വെക്കുന്ന തന്റെ തേട്ടങ്ങൾ, തന്റെ സ്വപ്നങ്ങൾ, തന്റെ അഭിലാഷങ്ങൾ, ഇത് സാർത്ഥകമാക്കാൻ, അത് സാക്ഷാത്കരിക്കാൻ, അത് യാഥാർത്ഥ്യമാക്കാൻ നിനക്ക് സാധിക്കണമോ? നിനക്ക് കഴിവില്ല, ശക്തിയില്ല. ഇല്ലാ ബില്ലാഹിൽ അലീം. മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കനിവും തൗഫീഖും ഇല്ലെങ്കിലല്ലാതെ. ഫമാ ശാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ. അല്ലാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ, അത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാഹു എന്തൊന്ന് ഉദ്ദേശിക്കുന്നില്ലയോ അത് നടക്കുകയില്ല, അത് സംഭവിക്കുകയില്ല തന്നെ. ഫഅസിമ്മത്തുൽ ഉമൂരി ബിയദിഹി സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ കരങ്ങളിലാണ് കാര്യങ്ങളുടെ നിയന്ത്രണം സമ്പൂർണ്ണമായിട്ടുമുള്ളത്. ലോകമൊന്നൊടുക്കം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. കടലും കരയും സർവവും നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഉമൂറുൽ ഖലായിഖി മഅഖൂദത്തുൻ ബിഖളാഇഹി വഖദരിഹി വയുസർരിഫുഹാ കൈഫ യശാ. സൃഷ്ടികളുടെ, പടപ്പുകളുടെ നിയന്ത്രണം പൂർണ്ണമായും അല്ലാഹുവിന്റെ കടിഞ്ഞാണിലാണ്. അവന്റെ വിധി നിർണയ പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കുന്നു. അവന്റെ വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അവന്റെ വിധിയെ ചോദ്യം ചെയ്യാനും ആർക്കും സാധ്യമല്ല. ഫമാ ശാഅ കാന കമാ ശാഅ ഫിൽ വഖ്തി അല്ലദീ യശാഉ അലൽ വജ്ഹി അല്ലദീ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അവൻ ഉദ്ദേശിച്ച സമയത്ത് അവൻ ഉദ്ദേശിച്ചത് പോലെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അതങ്ങനെ തന്നെ, കൂടാതെ കുറയാതെ, അത് മുന്താതെ പിന്താതെ അതേ അർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നു. വേറൊരാൾക്കും അതിൽ പങ്കില്ല. ലഹുൽ ഖൽഖു വൽ അംറു വലഹുൽ മുൽക്കു വൽ ഹംദു. അവനാകുന്നു സൃഷ്ടിപ്പും ശാസനാധികാരവും. കൽപ്പിക്കുന്നതും അവനാണ്, സൃഷ്ടിക്കുന്നതും അവനാണ്. സർവാധിപത്യവും അധികാരവും അവന് മാത്രമാണ്. അല്ലാഹുവിനാകുന്നു ഇതിന്റെ എല്ലാ അർത്ഥത്തിലുള്ള സമ്പൂർണ്ണ സ്തുതിയും പ്രശംസയും പുകഴ്വാചകങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. വലഹു ദുനിയ വൽ ആഖിറ വലഹു നിഅമതു വൽ ഫദ്ൽ. അല്ലാഹുവിനാണ് ഇഹലോകവും പരലോകവും, ദുനിയാവും ആഖിറവും അവന്റേതാണ്. അല്ലാഹുവിനാകുന്നു സർവ്വ അനുഗ്രഹങ്ങളും. അല്ലാഹു ആകുന്നു സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവും ഉടമസ്ഥനും. അല്ലാഹുവിനാകുന്നു സർവ്വശ്രേഷ്ഠതയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാകുന്നു സർവ്വ ഔദാര്യവും. വലഹു ثനാഉൽ ഹസനു ശമലത് ഖുദ്റതുഹു കുല്ല ഷൈഇൻ. അവനാകുന്നു മനോഹരമായ പുകഴ്ചകളും അതുപോലെ തന്നെ അവനാകുന്നു ഭംഗിയുള്ള സ്തുതിവാചകങ്ങളും. അവന്റെ കഴിവ് സർവ്വ വസ്തുക്കളെയും സർവ്വചരാചരങ്ങളെയും ചൂഴ്ന്നു നിൽക്കുന്നു. ഇതാണ് സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നീ മഹത്തായ ദിക്റിന്റെ ആശയം, അതിന്റെ രത്ന ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും അവന്റെ ഏകത്വവും അവന്റെ ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഉബൂദിയത്തും സമ്പൂർണ്ണമായി തുറന്ന് സമ്മതിക്കുന്ന മഹത്തായ മന്ത്രമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഹൃദയത്തിൽ കൊത്തിവെച്ച് അതിൻ്റെ ആശയം അനുസരിച്ച് ജീവിച്ചു. മരിക്കുവോളം ഇതിലായി ജീവിച്ചു. മരിക്കുന്ന വേളയിൽ കലിമത്തു ഷഹാദയോടൊപ്പം ഈ ദിക്ർ ഉരുവിട്ട് അള്ളാഹുവിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മവൻ ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.